ടൈം നിങ്ങളൊരു റഫായിട്ടൊരു ഐഡിയ വയ്ക്കുക. നിങ്ങൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും ഓരോ സെക്ഷനിലും എത്ര ടൈം പോകുന്ന മനസ്സിലാവും. അപ്പോൾ ഞാൻ ഏറ്റവും അധികം ടൈം എടുത്തിരുന്ന മാത്സിലും ഏറ്റവും കുറവ് കെമിസ്ട്രിയിലായിരുന്നു. അപ്പോൾ ഞാൻ അവസാനം മാത്സ് എത്തുമ്പോഴേക്കും എനിക്ക് കുറച്ച് എക്സ്ട്രാ ടൈം വരുന്ന തരത്തിലാണ് ചെയ്തിരുന്നത്. പിന്നെ എക്സാം എഴുതുന്ന വേറെ സ്ട്രാറ്റജി പോലെ യൂസ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ ഫിസിക്സ് എഴുതി തുടങ്ങി വിചാരിക്കും, കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അതുവരെ കിട്ടി, അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടു, കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നമ്മൾ ഓക്കെ കുറച്ചും കൂടി ടൈം എടുത്ത് ചെയ്ത് നോക്കാം, കിട്ടുമെന്ന് വിചാരിക്കും. എന്നിട്ട് ചിലപ്പോൾ കുറേ ടൈം എടുത്താൽ ആ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യനെ സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ചെയ്യാൻ തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പിന്നെ അവസാനം വന്ന് കുറച്ചും കൂടി ടൈം എടുത്തിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ടൈം എടുക്കാം. പക്ഷേ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ആണ് ജനറലി ആൾക്കാർ പറയാറ്. ബട്ട് എൻ്റെ ഒരു സജഷൻ, നിങ്ങൾ ലൈക്ക് എക്സാം എഴുതി നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. എനിക്ക് പേഴ്സണലി ഈ പറയുന്ന ഈ ഓർഡറിലല്ല ഞാൻ എഴുതിയിരുന്നത്. ഞാനൊരു ഫിസിക്സാണ് ആദ്യം അറ്റൻഡ് ചെയ്തിരുന്നത്. കാരണം എനിക്ക് ഏറ്റവും ഈസിയായി തോന്നിയതും ഇൻട്രസ്റ്റ് ഉള്ളതും ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഫിസിക്സ് തുടങ്ങിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് കിട്ടാതെ വരികയാണെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോവുക, പിന്നെ മാത്സ് കിട്ടുകയാണെങ്കിൽ ഫിസിക്സ് തീർത്ത് കെമിസ്ട്രി, മാത്സ് ഞാൻ ചെയ്തിരുന്നത്. NCERT കറക്റ്റ് സ്റ്റിക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ NCERTൻ്റെ ബാക്കിൽ ഒരു എക്സാംപ്ലർ പ്രോബ്ലം എന്ന് പറഞ്ഞ പരിപാടിയില്ലേ, എല്ലാ ചാപ്റ്ററിൻ്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, മിസ്സലേനിയസ് എക്സാമ്പിൾസ്, അതെന്തായാലും എല്ലാ ചാപ്റ്ററത്തെയും കംപ്ലീറ്റ് ചെയ്യാം. കാരണം അത് ചെയ്താൽ തന്നെ ആ ചാപ്റ്ററിൻ്റെ അത് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇവിടുത്തെ ഫാക്കൽറ്റിനോ ചോദിച്ചിട്ടോ കൂടെ ഉള്ളവരോട് ചോദിച്ചിട്ടോ എപ്പോഴും നമ്മൾക്ക് എല്ലാം അറിയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോഴേ അയാൾ പറയുന്നത് ഫുള്ള് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കൊരു കാര്യം അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുള്ളായിട്ട് കിട്ടില്ല.